ചുങ്ക് ജ്വല്ലറി 5 minutes fun star. ഫിലിം ക്യാരക്ടർ റൗണ്ടുമായി വരുന്നു ടീം കൊള്ളക്കം. എന്നാടാ ചോദ്യം? നെറ്റിലാണോ നീ? അതെന്നെ പഴയ സ്കിറ്റ് വല്ലതും കിട്ടുവാണെങ്കിൽ സിനിമ സ്കൂപ്പ് ചെയ്യാൻ വേണ്ടി. ഓ, അതിനു വേണ്ടി ഞാൻ നെറ്റിൽ കയറുന്നത്. ഈ മനുഷ്യൻ ഇവിടെ നിൽക്കുന്നുണ്ട് ചെയ്യത്തില്ലേ? ഞാൻ ഏത് ഫിഗർ ചെയ്യാൻ പച്ചാളം പാസ് എടുത്ത് ജയിക്കാം നമുക്ക്. പിന്നെ അമ്പിളിച്ചേട്ടൻ അഭിനയിച്ച ഏത് ഫിഗറൊക്കെ നിനക്ക് വേണം? ഉദയനാണ് നേരത്തെ പച്ചാളം പാസ് എടുത്ത് നമുക്ക് അലക്കാവുന്നേ. ഏത് റൂട്ടിൽ കൊണ്ടുപോകും? റൂട്ടൊക്കെ നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. ആ പച്ചാളം പാസ് എടുത്തിരിക്കാം. എന്റെ പേര് സ്റ്റാൻലി കോട്ടയം. സലോഷ് ചമ്പക്കര. ജ്യോതി കോട്ടയം. ഞാൻ ഷാനവാസ് ചങ്ങനാശ്ശേരി. നിങ്ങളുടെ മുമ്പിൽ കോളൊക്കെ സൃഷ്ടിക്കാൻ ഞങ്ങൾ എത്തുന്നു. ദൈവം കൈതൊട്ടനുഗ്രഹിച്ച പ്രതിഭയുടെ മഹാജ്യോതിസുമായി ആസ്വാദക മനസ്സുകൾ കീഴടക്കിയ മലയാളത്തിന്റെ സ്വന്തം ജഗതി ശ്രീകുമാർ. എന്തൊക്കെയായിരുന്നു അമേരിക്കയിൽ ഇറ്റലി ഉണ്ടാക്കുന്ന സ്കോച്ച് മാത്രം അടിച്ചോണ്ടിരുന്ന പാർട്ടിയാ ഇപ്പം തിരുവല്ലയിൽ ഉണ്ടാക്കുന്ന ജവാന അടിക്കുന്നത്. എത്ര ജപ്പാൻ പറഞ്ഞപ്പോ തിരക്കൊരു പുച്ഛം. ബാക്കിയുള്ളവരെ ഇപ്പൊ ഇതൊക്കെ കിട്ടിയാ മതിയതേ ഉള്ളൂ. പോട തട്ടി അവിടുന്ന്. മുതലാളി എന്തിനാ ഇമോഷണൽ ആകുന്നേ? നമുക്ക് ട്രൈ ചെയ്യാം. പോട തട്ടി ട്രൈ അടിച്ചിട്ടൂടെ മനുഷ്യന്റെ ചങ്ക് കത്താൻ. എന്റെ മുതലാളി വെള്ളമടിക്കുന്ന കാര്യമല്ല പറഞ്ഞത്, നമുക്കൊരു പുതിയ സിനിമയ്ക്ക് വേണ്ടി ട്രൈ ചെയ്യുന്ന കാര്യമാ പറഞ്ഞത്. എടാ അതിനൊക്കെ ഒരുപാട് കാശ് വേണ്ടേ? ഇപ്പൊ ബാക്കിയുള്ളവർ ജവാൻ അടിക്കുന്ന പോലും കടമാക്കിട്ട. അതിനൊക്കെ ഞാൻ ഒരു വഴി കണ്ടിട്ടുണ്ട് മുതലാളി. എനിക്കറിയാം, പെരുവഴിയല്ലേ? അതൊന്നുമല്ല മുതലാളി, നമുക്ക് ഈ വീടും സ്ഥലവും വിൽക്കാം, എന്നിട്ട് നമുക്കൊരു പടം പിടിക്കാം. അത് കൊള്ളാം. ബാക്കിയുള്ളവരെ കടക്കാരെ പേടിച്ച് കയറിയിരിക്കാൻ ഒരു വീടുണ്ട്, അതുകൂടെ വിൽക്കണം. നിന്റെ ആഗ്രഹം കൊള്ളാണോ തട്ടി? വേദന ഒന്നരേ കൂടെ ഒന്ന് സമ്മതിക്കും മുതലാളി, നമുക്ക് രക്ഷപ്പെടണ്ടേ? ഒന്ന് സമ്മതിക്കും. അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പോ ഗുലുമാൽ ഗുലുമാൽ. നീ ഒരു പാട്ട് കേട്ടോ? അടവ് മുതലാളി, അടവ്. മുതലാളി ഇനി ഒന്നും പറയണ, മുതലാളി അടവാണ് ഇത്. അടവ് അടവല്ല, എന്റെ അമ്മച്ചിയാണ് അടവല്ല. എടാ ഈ വീട് കൂടെ പോയി നമ്മൾ എവിടെ പോയി കിടക്കും? മുതലാളി ഒന്നുകൊണ്ടും പേടിക്കണ്ട. മുതലാളിക്ക് ഇന്നലെ ജവാൻ മേടിക്കാൻ പോയപ്പോ നമ്മുടെ ബേബിക്കുട്ടനെ കണ്ടു. ഇവിടെ സിവിൽ സപ്ലൈ വെച്ചോ? അവനും ജവാനാണ് അടിക്കുന്നത്. പ്രൊഡ്യൂസർമാരെല്ലാം തകർത്ത്. അതല്ല മുതലാളി, നമ്മുടെ ബേബിക്കുട്ടനാ പറഞ്ഞ് പച്ചാളം പാസി ഒരു കളരി ഇട്ടിട്ടുണ്ടെന്ന്. കളരിയോ? കുറെ കാലമായി കൈയും കാലും ഒക്കെ നരക്കിട്ട് നമുക്ക് പോയി കളരിപ്പറ്റി പഠിച്ചാലോ? മുതലാളി നവരസങ്ങൾ പഠിപ്പിക്കുന്ന കളരിയുടെ കാര്യമാണ് പറഞ്ഞത്. അവിടെ ചെന്ന് പച്ചാളം പാസിയെ കൊണ്ട് ഉദയനോട് പറഞ്ഞ് എങ്ങനെയെങ്കിലും നല്ലൊരു സിനിമ നമുക്ക് എടുക്കാം. എടാ ഇത് വല്ലതും നടക്കുന്ന കാര്യമാണോ? മുതലാളി ഇങ്ങനെ തടസ്സം നിൽക്കാതെ നമുക്ക് പച്ചാളത്തിന്റെ കളരിയിലേക്ക് പോവാം. പോകാൻ പറ്റേ. പച്ചാളത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഞാൻ ഒരു കാര്യം ഓർത്തെ. ഇതിനകത്തോട്ട് ഇച്ചിരി പച്ചവെള്ളം ഒഴിച്ച് ഇതൊക്കെ പരീക്ഷ ചെയ്തിട്ട് പോവാം. നീ പശ്ചാത്തലത്തിന് കാണിക്കാന്ന് പറഞ്ഞിട്ട് ട്രാക്കുളെ കടച്ച് പേടിപ്പിക്കണോ പന്തി? അത് സാറ് ഞാൻ ട്രാക്കുളല്ല, പച്ചാളം പാസിന്റെ അസിസ്റ്റന്റ് ഡാൻസ് മാസ്റ്റർ വിക്രം. അപ്പച്ചേനെ എനിക്ക് മനസ്സിലായില്ല. ഇത്രയ്ക്കും പ്രോപ്പറായി എന്നെ കണ്ട് മനസ്സിലായില്ലേ? ജാടത്തണ്ടി ഐ ആം മൈക്കിൾ എലിയാസ് ജാക്സൺ എലിയാസ് വിക്രം എലിയാസ്. നീ ആരായാലും എന്റെ മുഖത്ത് കുപ്പിയത് ശരിയായില്ല, അതേ ഞാൻ പറഞ്ഞുള്ളൂ. നീ ആരുടെ കൂടെ വന്നു? ഞാൻ അവന്റെ കൂടെ വന്നാ. അവൻ നിന്റെ കൂടെ വന്നു, നീ അവന്റെ കൂടെ വന്നു. നിങ്ങളോട് ഞാൻ പറഞ്ഞേ എന്തിന്? ഒരു കമ്പനിക്ക് ആശ കൊള്ളാമല്ലോ. എനിക്ക് നിന്റെ ഒന്നുമല്ല കാണണ്ടേ, നിന്റെ ആശാനെ പച്ചള പാസിയെ. ആശാൻ ആസനത്തില. എന്തിനാ? ശീർഷാസനത്തിൽ. ഞാൻ തെറ്റിദ്ധരിച്ചു. ഞാൻ ആശാനെ വിളിക്കാം. ആശാനേ. നമസ്കാരം പച്ചവെള്ളം. എന്ത്? അല്ല പെട്ടെന്ന് മാറിപ്പോയ. നമസ്കാരം പച്ചാളം. പച്ചാളം എവിടായിരുന്നു? നവരസങ്ങൾ പഠിപ്പിക്കുകയാണ്. അത് കുഴപ്പമില്ല, ഞാൻ വെയിറ്റ് ചെയ്യാം. ശീർഷാസനം കഴിഞ്ഞാൽ ഉടൻ പദ്മാസനമാണ്. അത് കഴിഞ്ഞാൽ കുക്കുടാസനം, പിന്നെ സർവാംഗാസനം, പിന്നെ മയൂരാസനം, എല്ലാം കഴിഞ്ഞാൽ ശവാസനമാണ്. പിന്നീടാണ് നവരസങ്ങളിലേക്ക് കടക്കുക. കഠിനമായ പഠനമാണത്. വിശദീകരിക്കാം. ശൃംഗാരം, കരുണം, വീരം, രൗദ്രം, ഹാസ്യം, ഭയാനകം, ബീഭത്സം, അത്ഭുതം, ശാന്തം. ഇവയ്ക്ക് പുറമെ ഞാൻ തന്നെ ഗവേഷണത്തിൽ കണ്ടെത്തിയ 4 രസങ്ങൾ വേറെയുമുണ്ട്. പാഠമധികം, സമയം തുച്ഛം, തടസ്സങ്ങൾ അനുവദനീയമല്ല. ശത്രുവായാലും മിത്രമായാലും. പതഞ്ജലി, ഭരതമുനി, പോയിക്കൊള്ളൂ. അങ്ങനെ പറയുന്നത് പച്ചാളം.
ഞങ്ങളെ ഒന്ന് സഹായിക്കണം. അങ്ങോട്ട് മാറി നിൽക്കണോ. ആശാൻ വേണമെങ്കിൽ ശിഷ്യന്മാരെ നവരസങ്ങൾ പഠിപ്പിക്കുന്നത് കണ്ടു പഠിച്ചോ. എങ്കിൽ പിന്നെ സമയം കളയണ്ട, രസങ്ങളിലേക്ക് കടക്കാം. രസമുണ്ടാകുന്നത് എങ്ങനെയാണ്? രസം ഉണ്ടാവുകയല്ലോ, ഉണ്ടാക്കുകയല്ലേ. രസം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ആദ്യമേ സീൻ സെറ്റി വെച്ച് കടുക് പൊട്ടിക്കണം. ടമാർ പടാർന്ന് വേണം പൊട്ടിക്കാൻ. അതിനുശേഷം കായവും ഉപ്പും ഇടണം. വേണമെങ്കിൽ ഭംഗിക്ക് ഒരു തക്കാളിയും ഇടാം. അത്ര ബുദ്ധിമുട്ടണമെന്നില്ല. രസമുണ്ടാക്കാനുള്ള പൊടി കടയിൽ കിട്ടും, പാക്കറ്റില്. അത് കിട്ടും മിസ്റ്റർ, ഞാൻ നവരസങ്ങളെ കുറിച്ചാ പറയുന്നത്. ഇയാളൊരു മാതിരി ഡോ ശൃംഗാരം ചെയ്യൂ. ഇങ്ങനെയാണോ ഞാൻ കാണിച്ചത്? ഇത് പശു ചാണകം ഇടുമ്പോഴുള്ള ഭാവമാണ്. ഞാൻ കാണിച്ചതുപോലെ ഒന്നുകൂടെ കാണിക്കൂ. എന്തിനാണോ ശൃംഗാരത്തിന് ശരീരം മുഴുവനിട്ട് ഇളക്കുന്നത്? നാട്യശാസ്ത്രത്തിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? നാട്യശാസ്ത്രത്തിൽ ഭരതമുനി എന്താ പറഞ്ഞിട്ടുള്ളതെന്ന്? ഏത് ഭരതമുനി, എന്ത് നാട്യശാസ്ത്രം? മംഗലശീലേ രസവിസ്തൃതിക്ക് അംഗം മുഴുവൻ തുണയ്ക്കു വേണ്ട. കവിൾ, പുരികങ്ങൾ, വിശേഷാൽ കണ്ണിണ, ഇവതാൻ വേണം രസമുളവാക്കാൻ. അതുകൊണ്ട് ശരീരം അനക്കാതെ മുഖം കൊണ്ട് നവരസങ്ങൾ ഓരോന്നായി കാണിക്കൂ. ഇനി അടുത്ത് വരൂ. കരുണം, ഇതുപോലെ കാണിക്കൂ. ഇവർക്കെല്ലാവർക്കും എല്ലാ പാവങ്ങളും അറിയാമോ? അവർക്കറിയാവുന്ന ഒരു ഭാവമേ ഉള്ളൂ. ഏത് ഭാവം? ശൃംഗാരം. അതും ഇവിടുത്തെ വേലക്കാരിയെ കാണുമ്പോൾ. വേലക്കാരിയുണ്ടോ? എന്താ പേര്? കേരളത്തിലെ എല്ലാ വേലക്കാരികൾക്കും ഒരു പേരേ ഉള്ളൂ, വേലക്കാരി ജാനു. മനസ്സിലായോടോ? മെലിഞ്ഞുണങ്ങിയ താടിക്കാരാ. ഇപ്പോൾ നമ്മൾ നവരസങ്ങൾ പഠിച്ചു കഴിഞ്ഞു. വെറുതെ രസങ്ങൾ പഠിപ്പിക്കുന്ന പോലെയൊന്നുമല്ല, സംഘടനങ്ങൾ. ഇവിടെ ഡാൻസ് രംഗങ്ങളും സംഘടനങ്ങളും ഞാനാണ് പഠിപ്പിക്കുന്നത്. സംഘടന രംഗങ്ങൾ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഒരാളെന്നെ അറ്റാക്ക് ചെയ്യൂ, ചെയ്യൂ. ഇനി മറ്റേയാൾ അറ്റാക്ക് ചെയ്യൂ. ഇതിങ്ങനെ വേണം തടയാൻ. ഇനി രണ്ടുപേര് കൂടെ അറ്റാക്ക് ചെയ്യൂ. കമോൺ, ഓ ബേബി കമോൺ, വരൂ. നീ ഇതിലേ പോ, ഞാൻ അതിലേ വരാം. ഓക്കെ. അവനവനു വേണ്ടിയല്ലാതെ അപരന്നു ചുടു രക്തമുറ്റി കുലം വിട്ടുപോയവൻ രക്തസാക്ഷി. ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. ഒരിക്കലും ഒരാശാനെ വെട്ടി ശിഷ്യന് വലിയ ആളാകാനൊന്നും പറ്റത്തില്ല. ഇവിടെ ആശാനാണ് ആശാനെ. മലയാള സിനിമയിലെ മഹാനടൻ ആശാനാണ് താരം. ഇതൊരു പ്രതീക്ഷയാണ്, പ്രാർത്ഥനയാണ്. മലയാള സിനിമയിൽ പകരക്കാരനില്ലാത്ത ജഗതി ശ്രീകുമാർ എന്ന അതുല്യ പ്രതിഭയ്ക്ക് വേണ്ടി മലയാള സിനിമയുടെ സ്വന്തം അമ്പിളിച്ചേട്ടൻ മലയാളികളെ ചിരിപ്പിക്കാൻ, രസിപ്പിക്കാൻ എത്രയും വേഗം മടങ്ങിയെത്തണേ എന്ന പ്രാർത്ഥനയോടെ ചുങ്ക ജ്വല്ലറി 5 minutes 1 സ്റ്റാറിൽ ഇനിയൊരു ഷോർട്ട് ബ്രേക്ക് ആണ്. ആരും എങ്ങും പോവല്ലേ, ഞങ്ങൾ ദാണ്ടെ വന്നു. സ്റ്റാൻലി, കോട്ടയം, ജ്യോതിഷ്, ഷാനവാസ് ആൻഡ് സലോഷ് അല്ലേ? കോളിളക്കം. ഞാൻ ഞെട്ടിപ്പോയത് അമ്പിളിച്ചേട്ടൻ്റെ ആ ഒരു വരവുണ്ടല്ലോ. നമ്മളിങ്ങനെ കൊതിച്ചിരിക്കുകയാണ് ആ വരവ്. ഞാനിപ്പോഴോർക്കും ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ ഡബ്ബിങ്ങിന് വരുമ്പോൾ അനീഫ്ക ഉണ്ട്. അപ്പം ഞാൻ വന്ന് കയറിയപ്പോൾ എന്നെ കണ്ടപ്പോൾ കൊച്ചക്കനീഫ വന്നല്ലേ എന്ന് എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ തിരിച്ച് കോട്ടയം സാർ എന്തുണ്ട് വിശേഷങ്ങളൊക്കെ? ഇപ്പം ഇനിയിപ്പോൾ എൻ്റെ ആവശ്യമില്ലല്ലോ, അവൻ ഡബ് ചെയ്തോളൂ, എല്ലാം കൂടെ അവൻ ചെയ്തോളൂ, എന്നാൽ ഞാനങ്ങ് പൊക്കോട്ടെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പരസ്പരം കാണുമ്പോൾ അങ്ങനെ ഒരു വിളി ഉണ്ടായിരുന്നു.